കരൂരിലെ TVK റാലിക്കിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ 40 പേർ മരണപ്പെട്ട പശ്ചാത്തലത്തിൽ ഗൂഢാലോചന സംശയിച്ചിരിക്കുകയാണ് TVK നേതൃത്വം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച TVK അവിടെ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പരിക്കേറ്റ 81 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപകടത്തിന് കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങൾ സർക്കാരിനെയും പോലീസിനെയും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ വിഭാഗം നടൻ വിജയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതിന് പിന്നിലും പ്രത്യേക അജണ്ട തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് TVK നേതൃത്വം സംശയിക്കുന്നത്. എന്തൊക്കെ വീഴ്ചകൾ വിജയുടെ ഭാഗത്തും TVK നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അതുകൊണ്ടൊന്നും മൂടിവെക്കാൻ കഴിയുകയില്ല എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ലാത്തി ചാർജിന്റെ ദൃശ്യവും പവർ കട്ട് ആരോപണവും സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രചരിക്കുന്നുണ്ട്. CBI അന്വേഷണം വന്നാൽ ഇത് പ്രധാന തെളിവായി മാറുകയും ചെയ്യും. 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് 25,000 പേർ വന്നു എന്ന് പറഞ്ഞ പോലീസും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം 2 ലക്ഷത്തിലധികം പേർ അവിടെ എത്തി എന്നാണ് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദൃക്സാക്ഷികളും മാധ്യമ പ്രവർത്തകരും പറയുന്നത് തന്നെ. ഈ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നത് ആ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. മാത്രമല്ല മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പങ്കെടുത്ത DMK റാലിക്ക് അനുവദിച്ച സ്ഥലം എന്തുകൊണ്ട് TVK ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്ന ചോദ്യത്തിനും ഭരണകൂടം മറുപടി പറയേണ്ടതായിരുന്നു. ആ സ്ഥലത്ത് ഈ പരിപാടി നടന്നിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ റാലിക്ക് വന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് വാദവും. കരൂരിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലീസ് ഒരിക്കലും നാമക്കല്ലിൽ നിന്നും കരൂരിലേക്ക് വിജയെ പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള വാദവും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സുരക്ഷയ്ക്കായി കേവലം 500 പോലീസുകാരെ മാത്രം വിന്യസിച്ചത് എന്നുള്ളത് പോലീസ് ഉന്നതർക്ക് തന്നെ ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. മുൻ IPC ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ ചൂണ്ടിക്കാട്ടിയതുപോലെ ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തതും ഇത്തരം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര വീഴ്ചയും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചെന്നൈയിലെ ഒരു IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കരൂർ സ്വദേശിയായ RK നിർമ്മൽ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: വിജയ് പ്രചാരണ വേദിയിലേക്ക് എത്തുന്നതുവരെ എല്ലാം സാധാരണമായിരുന്നു. പെട്ടെന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരുന്ന ഫ്ലഡ് ലൈറ്റുകൾ ഓഫായി. ഒരു സ്ത്രീ തന്റെ കാണാതായ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി. തുടർന്ന് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാനും കുറച്ച് ആളുകളെ രക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞു. ചില ആളുകൾ വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. സെന്തിൽ ബാലാജിയെ 10 രൂപ മന്ത്രി എന്ന് വിമർശിച്ചുകൊണ്ട് വിജയ് ഗാനം ആലപിച്ചപ്പോൾ ജനക്കൂട്ടം ഇളകി മറിഞ്ഞു. അത് വലിയ ശക്തിയായി മാറി. പെട്ടെന്ന് പോലീസ് ലാത്തി പ്രയോഗിക്കാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി. കുഞ്ഞുങ്ങളെ പിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് തള്ളി നീങ്ങി. അത് അരാജകത്വമായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ നിർമ്മൽ പറയുന്നത്. മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിയുടെ സ്വന്തം തട്ടകമായ കരൂരിൽ അദ്ദേഹത്തിനെതിരെ വിജയ് പ്രസംഗം തുടങ്ങിയപ്പോൾ പോലീസ് ഒരു ഭാഗത്തെ ലാത്തി ചാർജ് നടത്തിയെന്നും ജനറേറ്ററിലേക്കുള്ള പവർ കട്ടായി എന്നുമുള്ള വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവകരം തന്നെയാണ്. മാത്രമല്ല വിജയ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ചിലർ ചെരുപ്പുകൾ അദ്ദേഹത്തിന് നേരെ എറിയുന്നതായിട്ടുള്ള ദൃശ്യവും പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വിജയ് ആരാധകരും അദ്ദേഹത്തിന് നേരെ ചെരുപ്പുകൾ എറിയില്ല എന്നിരിക്കെ TVK പ്രവർത്തകർ എന്നുള്ള വ്യാജേന ഒരു കൂട്ടം റാലി കലക്കാനായി റാലിയിൽ നുഴഞ്ഞു കയറിയതായ സംശയത്തെ ബലപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും DMK നേതൃത്വത്തിനും സർക്കാരിനും പോലീസിനും ഉൾപ്പെടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കാത്തതിനാൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നാണ് TVK വൃത്തങ്ങൾ പറയുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്നും നിഷ്പക്ഷ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോടതിയാണ് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതേസമയം മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 20 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകാൻ വിജയ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സഹായധനം ഇനിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും മുഖ്യമന്ത്രിയുടെ പൊതു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും തീരുമാനമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരൂർ ഈറോഡ് സംസ്ഥാന പാതയിൽ റാലി നടത്താൻ പോലീസ് അനുവദിച്ച സ്ഥലമായ വേലുസ്വാമിപുരത്താണ് ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കരൂർ ട്രിച്ചി ഹൈവേ റൗണ്ട് എബൌട്ട് മുതൽ കരൂർ ഈറോഡ് ഹൈവേ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം നിരവധി പെൺകുട്ടികളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് വേലുസ്വാമിപുരം സ്ഥലം നിർദ്ദേശിച്ചത് എന്നാണ് പോലീസ് പറയുന്ന ന്യായം തന്നെ.